ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 7ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ അദ്ദർസ് ഹാമിസ് 5ാമത്തെ പാഠം ഹുദൂ സീനത്തക്കും എന്താണ്, നിങ്ങൾ ഭംഗി സ്വീകരിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലും ബോർഡിംഗ് മദ്രസയുടെ കീഴിലുള്ള 7ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹാണ്. നമുക്ക് പാഠം മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ആദ്യം ഈ ഭാഗം മനസ്സിലാക്കാം. ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വസ്ത്രം സമ്മാനിച്ചു. ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ധരിപ്പിച്ചു. ഞാൻ അതെൻ്റെ ഭാര്യയ്ക്ക് നൽകി. ആ വസ്ത്രം ധരിക്കുന്നത് കാണുന്നില്ലല്ലോ. ഞാൻ അത് ധരിക്കാതെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അത് ഭാര്യയ്ക്ക് നൽകി യാ റസൂലല്ലാഹ്. ഞാൻ മറുപടി പറഞ്ഞു, അത് മാത്രം ധരിച്ചാൽ ശരീരത്തിൻ്റെ രൂപം നിഴലിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു അടിയുടുപ്പ് കൂടെ ധരിക്കാൻ അവളോട് കൽപ്പിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔറത്ത് മറയാതെ വസ്ത്രം ധരിക്കുന്നു. ചാഞ്ഞും ചെരിഞ്ഞും പുരുഷന്മാരെ ആകർഷിച്ചു നടക്കുന്ന ഒട്ടകത്തിൻ്റെ പൂഞ്ഞ പോലെ തലമുടി കെട്ടുന്ന ഒരു വിഭാഗം സ്ത്രീകൾ എൻ്റെ ഉമ്മത്തിലുണ്ടാകും. അവരെ ഞാൻ കാണാതിരിക്കട്ടെ. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല. ഔറത്ത് പുറത്ത് കാണിക്കലും ഔറത്ത് കാണുന്ന രീതിയിൽ വസ്ത്രം ധരിക്കലും കുറ്റകരമാണ്. അപ്പോൾ നമ്മൾ വസ്ത്രധാരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു എന്നത് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കണം. പിന്നെന്താണ്, ഔറത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. തൊലി നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. അവയവങ്ങളുടെ വലിപ്പം കാണിക്കുന്ന ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കരുത്. മറ്റൊരാളുടെ ഔറത്ത് നോക്കൽ ഹറാമും ആവശ്യമില്ലാതെ സ്വന്തം ഔറത്ത് നോക്കൽ കറാഹത്തുമാണ്. നിസ്കരിക്കുന്ന വേളയിൽ സ്വന്തം ഔറത്ത് നോക്കിയാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഇവിടെ മറ്റൊരാളുടെ ഔറത്ത് നോക്കുന്നതിൻ്റെ വിധി എന്ത്? അത് ഹറാമാണ്. ആവശ്യമില്ലാതെ സ്വന്തം ഔറത്ത് നോക്കൽ എന്താണ്? കറാഹത്താണ്. നിസ്കരിക്കുന്ന വേളയിൽ സ്വന്തം ഔറത്ത് നോക്കിയാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ അതൊക്കെ ഓപ്ഷണൽ ചോദ്യമായിട്ട് വരും, മനസ്സിലാക്കുക. നിസ്കാരത്തിലും പുറത്തും പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗമാണ്. ആരുമില്ലാത്ത സ്ഥലത്ത് ഇരു ഗുഹ്യങ്ങളുമാണ് അവൻ്റെ ഔറത്ത്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുൻകൈയും മുഖവുമല്ലാത്ത മുഴുവൻ ശരീരഭാഗങ്ങളുമാണ്. അന്യപുരുഷന്മാരുടെ അടുത്ത് അവളുടെ ശരീരം മുഴുവനും ഔറത്താണ്. മഹ്റമിൻ്റെ അടുത്തും ആരുമില്ലാത്ത സ്ഥലത്തും മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് അവളുടെ ഔറത്ത്. വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിക്കണം. വെള്ള വസ്ത്രമാണ് പുരുഷന് ഏറ്റവും ഉത്തമം. വസ്ത്രം ഞെരിയാണിക്ക് താഴെ വരുന്ന രീതിയിൽ ധരിക്കൽ. ഷർട്ടിൻ്റെ കഫ് മണിബന്ധത്തെ വിട്ട് കടക്കുന്ന നിലയിൽ ഇറക്കിയിടലും പുരുഷന് കറാഹത്താണ്. അഹങ്കാരത്തോടെയാണെങ്കിൽ ഇത് ഹറാമാണ്. പട്ടുവസ്ത്രം ധരിക്കലും വിരിച്ചുപയോഗിക്കലും അതുകൊണ്ട് തണൽ കൊള്ളലും പുരുഷന്മാർക്ക് ഹറാമാണ്. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുവദനീയമാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഓപ്ഷണൽ ചോദ്യങ്ങൾ മനസ്സിലാക്കാണ്ട്. പട്ടുവസ്ത്രം ഉപയോഗിക്കലും അതുകൊണ്ട് തണൽ കൊള്ളലും പുരുഷന്മാർക്ക് എന്താണ്? ഹറാമാണ്. അപ്പോൾ പട്ടുവസ്ത്രം ഉപയോഗിക്കൽ പുരുഷന്മാർക്ക് ഹറാമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അത് അനുവദനീയമാണ്, അതായത് ഹലാലാണ്. മനസ്സിലാക്കുക. പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. അന്യമതസ്ഥരുടെ ആചാരവേഷങ്ങൾ ധരിക്കുന്നതും ചീത്തയാളുകളുടെ വേഷവിധാനങ്ങൾ അനുകരിക്കലും തെറ്റായ കാര്യമാണ്.
അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട് വായിച്ചു പോയിക്കാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. എന്താണ് പുരുഷൻ്റെ ഔറത്ത്, സ്ത്രീയുടെ ഔറത്ത്, ആരുമില്ലാത്തപ്പോൾ പുരുഷൻ്റെ ഔറത്ത്, അന്യപുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീയുടെ ഔറത്ത്, മഹ്റമിൻ്റെ അടുത്തും ആരുമില്ലാത്ത സ്ഥലത്തും മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് സ്ത്രീയുടെ ഔറത്ത്. അതൊക്കെ അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ വൃത്തിയും ഭംഗിയുമുള്ള വസ്ത്രം ധരിക്കണം. വെള്ള വസ്ത്രമാണ് പുരുഷന് ഉത്തമം. പുരുഷന് ഉത്തമം ഏതാണ്? വെള്ള വസ്ത്രമാണ്. വസ്ത്രം ഞെരിയാണിക്ക് താഴെ വരുന്ന രീതിയിൽ ധരിക്കലും ഷർട്ടിൻ്റെ കഫ് മണിബന്ധം വിട്ട് കിടക്കുന്ന നിലയിൽ ഇറക്കിയിടലും പുരുഷന് കറാഹത്താണ്. പുരുഷന്മാർക്ക് കറാഹത്താണ്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കിയെടുക്കലും ഷർട്ടിൻ്റെ കഫ് മണിബന്ധം വിട്ട് കിടക്കുന്ന രീതിയിൽ ഇറക്കിയിടലും. അത് അഹങ്കാരത്തോടെയാണെങ്കിൽ എന്താണ്? ഹറാമാണ്. അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താ അവിടെ പറയുന്നത്? നജസല്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കളും ക്രീമുകളും ഭർത്താക്കന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ഉളുവും കുളിയും ശരിയാവാത്ത രീതിയിൽ വെള്ളം ചേരാത്ത ക്രീമുകളും മറ്റും ഉപയോഗിക്കാൻ പാടില്ല. പച്ച കുത്തുന്നതും കൺപുരിക പ്ലക്ക് ചെയ്യുന്നതും തെറ്റാണ്. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ പൂർണ്ണ ഹിജാബിലാണ് പോകേണ്ടത്. അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന സുഗന്ധമോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഉപയോഗിക്കാൻ പാടില്ല. യാത്ര പോകുമ്പോൾ മഹ്റമിൻ്റെയോ ഭർത്താവിൻ്റെയോ കൂടെയാണ് പോകേണ്ടത്. ഫിത്ന ഭയക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോവാൻ ഹറാമാണ്. അതൊക്കെ വിധികളാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. ഫിത്ന ഭയക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോകൽ ഹറാമാണ്. സ്ത്രീ പുറത്തു പോകേണ്ടത് എങ്ങനെ? മഹ്റമിൻ്റെയോ ഭർത്താവിൻ്റെയോ കൂടെയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ വിധി ഹലാലാണ്. എന്നാൽ വെള്ളം ചേരുന്നത് തടയുന്ന എന്തെങ്കിലും ക്രീമുകളും ഒക്കെ ഉപയോഗിക്കുന്നത് തെറ്റാണ്. പച്ച കുത്തലും പിരികം പ്ലഗ് ചെയ്യലൊക്കെ തെറ്റാണ്, ഹറാമാണ് എന്ന് തന്നെ പറയാം. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ പറയുന്നത്. നമുക്ക് ഇതിൻ്റെ വർക്ക് ബുക്ക് നോക്കാം. നമുക്കിവിടെ ആദ്യം നെസിലി യോജിച്ച് ചേർക്കാനാണ് വന്നത്. മറ്റൊരാളുടെ ഔറത്ത് നോക്കൽ ഹറാമാണ്. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. ആവശ്യമില്ലാതെ സ്വന്തം ഔറത്ത് നോക്കൽ എന്താണ്? കറാഹത്താണ്. സ്വന്തം ഔറത്തിലേക്ക് നോക്കൽ കറാഹത്താണ്. അപ്പോൾ അതിൻ്റെ ഡി എഴുതാം. നിസ്കാരത്തിൽ ഔറത്ത് മറക്കൽ, നിസ്കാരത്തിൽ ഔറത്ത് മറക്കൽ വാജിബ്, നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ എഴുതാം. സ്ത്രീകൾ പട്ടുവസ്ത്രം ധരിക്കൽ എന്താണ്? ഹലാലാണ്, അനുവദനീയമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സി എഴുതാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ നമുക്ക് പാഠത്തിൽ പിന്നെയും എരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കി എടുക്കൽ, അപ്പോൾ അതൊക്കെ ഓപ്ഷണലായിട്ട് വരാം. മനസ്സിലാക്കുക. അപ്പോൾ അടുത്തത് വിധി എഴുതാനാണ്. അതുപോലെ തന്നെയാണ്. എന്താണ്? പുരുഷൻ അഹങ്കാരത്തോടെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറക്കൽ എന്താണ്? ഹറാമാണ്, ഹറാമാണ്. പുരുഷൻ അഹങ്കാരത്തോടെ ആണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ പുരുഷൻ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വരുന്ന രീതിയിൽ ധരിക്കൽ എന്താണ്? കറാഹത്താണ്. ഇവിടെ അഹങ്കാരത്തോടെയാണ് ഹറാമ്. അപ്പോൾ അത് മനസ്സിലാക്കുക. നഖങ്ങളിൽ ക്യൂടെക്സ് ഇടൽ എന്താണ്? ഹറാമാണ്. അത് വെള്ളം ചേരുന്നത് തടയുന്ന വസ്തുവാണ്. അപ്പോൾ അത് ഹറാമാണ്. പിന്നെന്താണ്? ഭർത്താക്കന്മാർക്ക് വേണ്ടി സ്ത്രീകൾ ക്രീമുകൾ ഉപയോഗിക്കൽ എന്താണ്? ഹലാലാണ്, അനുവദനീയമാണ്. എന്നാലും അവിടെ നമുക്ക് വെള്ളം ചേരുന്നത് അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ ഒന്ന് നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഫിത്തിന ഭയപ്പെടുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പുറത്തു പോകൽ ഹറാമാണ്. പിന്നെന്താണ്? പൂർണ്ണ ഹിജാബിലാണ് സ്ത്രീകൾ പുറത്തു പോകേണ്ടത്. പൂർണ്ണ ഹിജാബിലാണ് സ്ത്രീകൾ പുറത്തു പോകേണ്ടത്. നിസ്കാരത്തിൽ സ്വന്തം ഔറത്ത് നോക്കിയാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ സ്വന്തം ഔറത്ത് നോക്കിയാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തൊരു കുട്ടി എഴുതിയ ബുക്കാണ്. അപ്പോൾ അതിൽ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാഠബുക്കിൽ നോക്കിയിട്ട് തിരുത്തുക. ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ പാഠം വായിക്കുമ്പോൾ തന്നെ പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ടത് തെറ്റില്ലാതെ എഴുതുക. പിന്നെന്താണ്? സ്ത്രീകളുടെ വസ്ത്രധാരണം, അതിനെക്കുറിച്ചിട്ടൊരു ഖണ്ഡിക എഴുതാനാണ്. നമുക്ക് ഇവിടുന്ന് എഴുതി കൊടുക്കാം. കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുൻകൈയും മുഖവുമല്ലാത്ത മുഴുവൻ ശരീരഭാഗവുമാണ്. അന്യപുരുഷന്മാരുടെ അടുത്ത് അവളുടെ
ശരീരം മുഴുവനും ഔറത്താണ്. മഹ്റമിൻ്റെ അടുത്തും ആരുമില്ലാത്ത സ്ഥലത്തും മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് അവളുടെ ഔറത്ത്. സ്ത്രീ പുറത്തു പോകുമ്പോൾ പൂർണ്ണ ഹിജാബിലാണ് പോവേണ്ടത്. തൊലി നിറം കാണാത്ത വസ്ത്രം കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്. അവയവങ്ങളുടെ വലിപ്പം കാണിക്കുന്ന ടൈറ്റായ വസ്ത്രങ്ങൾ ധരിക്കരുത്. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് ഒരു ഖണ്ഡിക അവിടെ എഴുതി കൊടുക്കാം. പിന്നെ നമുക്കിവിടെ തഹസീസ് വരുന്നുണ്ട്. ഇസ്ലാമിലെ വസ്ത്രധാരണം എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കാനാണ്. പക്ഷെ നമുക്ക് ഇസ്ലാമിലെ വസ്ത്രധാരണം എന്നതിനെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതുക എന്ന് പറഞ്ഞിട്ട് എക്സാമിന് അവസാനത്തിൽ ചോദ്യം വരാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? പാഠഭാഗത്തിൽ ഇവിടുന്ന് വരുന്ന ഭാഗം മുതൽ അടുത്ത പേജിൽ വേഷവിധാനങ്ങൾ അനുകരിക്കുന്നതും തെറ്റായ കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേഷവിധാനത്തെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നമുക്ക് ചുരുക്കി എഴുതാൻ കഴിയണം. അപ്പോൾ ആ ഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് 5ാമത്തെ പാഠത്തിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.